അടിവേരുകൾ എന്ന ചിത്രത്തിൽ ഒരു നല്ല പണിയാനയായി വെള്ളിത്തിരയിലും തിളങ്ങാനായി. പേരുപോലെ വിനയം അല്ലെങ്കിൽ ശാന്ത സ്വഭാവം കൊണ്ട് മാറ്റി ചന്ദ്രനെ പോലെ അവൻ ഏതൊരു എഴുന്നള്ളിപ്പിലും പ്രകാശിച്ചു നിന്നിരുന്നു. വർഷങ്ങളോളമായി വിനയചന്ദ്രൻ തൻ്റെ കൈകളിൽ എത്തിയിട്ടെന്നും ഇതിനിടെ ഒരിക്കൽ പോലും കുറുമ്പ് കാട്ടിയിട്ടില്ലെന്നും ഉടമ ആൻ്റണി ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവൻ്റെ മതപ്പാടുകാലം ഉത്സവങ്ങൾ തുടങ്ങി അവസാനിച്ച ശേഷം മാത്രമാണ്. ഇത്രയും കൊല്ലത്തിലും ചെരിയുന്നത് വരെ അങ്ങനെയാണ് കണ്ടതും. ഇവൻ്റെ സ്വഭാവം തന്നെയാണ് പൂരപ്രേമികളുടെയും ഉത്സവ കമ്മിറ്റിക്കാരുടെയും സിനിമാക്കാരുടെയും പ്രിയപ്പെട്ടവനാക്കി വിനയചന്ദ്രനെ മാറ്റിയതും. അടിവേരുകൾ, കടത്തനാട്ട് അമ്പാടി, ആറാം തമ്പുരാൻ, ഉത്സവ പിറ്റേന്ന്, വരവേൽപ്പ് എന്നിവയാണ് വിനയചന്ദ്രൻ അഭിനയിച്ചു തീർത്ത മലയാള ചിത്രങ്ങൾ. അടിവേരുകളിൽ മോഹൻലാലിനൊപ്പം മുഴുനീള കഥാപാത്രമായാണ് പ്രത്യക്ഷപ്പെട്ടത്. 9.25 അടി ഉയരമുണ്ടായിരുന്ന കൊമ്പൻ പൊതുവെ ശാന്ത സ്വഭാവിയായിരുന്നു. എല്ലാ തരക്കാരോടും സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന ഒരു ആന കൂടിയായിരുന്നു വിനയൻ. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പിന് പതിവായി വിനയചന്ദ്രൻ എത്താറുണ്ട്. ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ. വിനയചന്ദ്രൻ്റെ വണ്ണമുള്ള കൊമ്പുകൾ ഒരു പ്രത്യേകതയായിരുന്നു. രോമങ്ങൾ ഇല്ലാത്ത വാലും ചെവിയുടെ വലിപ്പക്കുറവും ആയിരുന്നു അവൻ്റെ ന്യൂനതകൾ. ആരോഗ്യ പ്രശ്നം മൂലം ചെരിയുന്നതിന് മുമ്പുള്ള വർഷം എഴുന്നള്ളിപ്പിന് എത്തിയില്ല. ഉത്രാളിക്കാവ് പൂരം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവം, നെന്മാറ വല്ലങ്ങി വേല, ആറാട്ടുപുഴ പൂരം തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക പൂരങ്ങൾക്കും വിനയചന്ദ്രൻ നിറസാന്നിധ്യമായിരുന്നു. വിശാലമായതും ഉയർന്നതുമായ വാഴുകുംഭവും വലിയ തലക്കുനിയും ന്യൂനതകളേതുമില്ലാത്ത കാലുകളും തെളിഞ്ഞ തേൻ കണക്കെ തിളങ്ങുന്ന കണ്ണുകളും മാംസളമായ നിലം മുട്ടുന്ന തുമ്പിക്കൈയും സുന്ദരമായ വാലും ബലിഷ്ഠമായ കൊമ്പുകളുമുള്ള വിനയചന്ദ്രൻ്റെ ശാന്ത സ്വഭാവത്തിന് അംഗീകാരമായി വെളിയന്നൂർ ക്ഷേത്ര കമ്മിറ്റി വിനയചന്ദ്രന് ഗജസാമ്രാട്ട് പട്ടം നൽകി ആദരിച്ചിരുന്നു. കൂടാതെ നിരവധി പട്ടങ്ങൾ ഇവനെ തേടിയെത്തിയിട്ടുണ്ട്. വിനയചന്ദ്രൻ്റെ ആകസ്മികമായ വിടവാങ്ങൽ. ഇതായിരുന്നു വിനയചന്ദ്രൻ വിടവാങ്ങിയപ്പോൾ വന്ന പത്രവാർത്തകളിൽ ഒന്ന്. ആനപ്രേമികളെ കണ്ണീരണിയിച്ച് കൊമ്പൻ ബാസ്റ്റിൻ വിനയചന്ദ്രൻ വിടവാങ്ങി. ഹാർട്ട് അറ്റാക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിലെ ബാസ്റ്റിൻ ടിമ്പേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ആനയ്ക്ക് 45 വയസ്സായിരുന്നു പ്രായം. യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല എന്ന് ഉടമ കുഞ്ഞാമര വീട്ടിൽ ആൻ്റണി പറഞ്ഞു. ബുധനാഴ്ച രാത്രി 10-ന് വെള്ളവും പട്ടയും കൊടുത്തത് ആന കഴിച്ചിരുന്നു. അന്ന് രാവിലെ 5:30-ന് തീറ്റയിട്ട് കൊടുക്കാൻ വിളിച്ചപ്പോഴാണ് അനക്കമറ്റത് കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മുൻ ഫോറസ്റ്റ് സർജൻ ഡോക്ടർ സുനിൽ ആനയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. വിശദമായ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ജഡം വാളയാറിൽ സംസ്കരിക്കുകയും ചെയ്തു. പുലർച്ചെ 4 മണിയോടെയാണ് മരണം സംഭവിച്ചിരിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചെരിയുന്നതിന് മുമ്പുള്ള തൃശ്ശൂർ പൂരമാണ് വിനയചന്ദ്രൻ പങ്കെടുത്ത അവസാനത്തെ പൂരം. ഇരിങ്ങാലക്കുട ഉത്സവത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നെങ്കിലും തുടർച്ചയായുള്ള എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ആന ക്ഷീണിതനായിരുന്നതിനാൽ കൊണ്ടുപോയില്ല. തലയെടുപ്പും നെറ്റിപ്പട്ടത്തിൻ്റെ തിളക്കവും ഉപേക്ഷിച്ച് വാളയാറിൽ കാട്ടിനുള്ളിലെ നടുപ്പതിയൂരിലേക്ക് യാത്രയായി വിനയൻ. ചമയങ്ങളെന്ന പോലെ ചങ്ങലകളും ഒന്നുമില്ലാതെ തല്ലാനും കുത്താനും ചട്ടം പഠിപ്പിക്കാനും ആരുമില്ലാത്ത ഒരു ലോകത്തിൽ നിത്യനിദ്രയിലേക്ക് യാത്രയായി. പുരുഷാരങ്ങളെ തലയെടുപ്പിൻ്റെ സൗന്ദര്യ ലഹരിയിൽ മയക്കിയ കൊമ്പൻ ഇന്നും നമ്മുടെ മനസ്സുകളിൽ മായാതെ നിൽക്കുന്നു. ഓരോ ആനപ്രേമിയുടെയും ഓർമ്മകളിൽ ഇവൻ തീർച്ചയായും എന്നും എപ്പോഴും ഉണ്ടാകും. വിനയചന്ദ്രൻ്റെ പേരിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കഥയുടെ കടപ്പാട് വ്യക്തമാക്കുന്നു ഹാരിസ് നോഹു.